പ്രണവെങ്ങാനും ഇതറിഞ്ഞാലേ അന്ന് അവളുടെ മരണോ. പ്രണവിന് കൊല്ലാൻ വേണ്ടിയൊന്നും ഞാൻ അവളെ വിട്ടുകൊടുക്കില്ല. അവളെ നമുക്ക് വേണ്ടതാ. പക്ഷെ എന്നെയും ഗൗതമിനെയും ഈശ്വരമംഗലത്ത് നിന്ന് പുറത്താക്കാൻ തന്ത്രം മെനഞ്ഞ അവളെ ഞാൻ വെറുതെ വിടില്ലമ്മേ. അതും പോരാഞ്ഞിട്ടല്ലേ ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കില്ലെന്ന് തീരുമാനിച്ചുറപ്പിച്ച് ആ CKCയും കൂട്ടുപിടിച്ച് അവൾ പിറകെ കൂടിയിരിക്കുന്നത്. ഇനിയും അവളെ വളർത്തിയാൽ ഈശ്വരമംഗലം കുടുംബത്തിലെ സർവ്വ ആൾക്കാരെയും അവൾ നശിപ്പിക്കും. എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തേ പറ്റൂ കുഞ്ഞെ. പാവം എന്റെ പ്രണവ്. അവന് ഇനി അധികം വിഡ്ഢിയാക്കാൻ പറ്റില്ല. അവനത് സഹിക്കില്ല. ഇനി എനിക്ക് വാശി കൂടിയിട്ടേ ഉള്ളൂ. അവള് പ്രഗ്നന്റ് അല്ല എന്നുള്ള സത്യം പ്രണവിന്റെ മുൻപിൽ വെച്ച് തന്നെ തെളിയിക്കും. അമ്മേ, ഗൗതം വന്നു. ഞാൻ നാളെ വിളിക്കാം. ഈശ്വര, ഗൗതം എന്താ ഇത്രയും വൈകിയത്? ഞാനേ CKCക്കെതിരെ പ്രയോഗിക്കേണ്ട ഒരു ആയുധത്തിന്റെ മൂർച്ച കൂട്ടുകായിരുന്നു. ആയുധോ? എന്തായുധം? വൈക്കോലി കെട്ടാനുള്ള വള്ളി വൈക്കോലിന്ന് തന്നെ എടുക്കുന്നൊരു ചൊല്ലില്ലേ, അതാണ് എന്റെ ആയുധം. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്താന്ന് വെച്ചൊന്ന് തെളിച്ചു പറ. ഏത് ഓഫീസർ എനിക്ക് സോയിൽ ടെസ്റ്റിംഗ് റിസൾട്ട് തന്നില്ലയോ അയാളെ കൊണ്ട് തന്നെ ഞാൻ പോസിറ്റീവായിട്ട് ആ റിപ്പോർട്ട് എഴുതിക്കും. അതെങ്ങനെ? കൊത്തിയ പാമ്പിനെ കൊണ്ട് തന്നെ വിഷം ഇറക്കിപ്പിക്കുന്ന പുതിയ തന്ത്രം. കൊത്തിയത് CKC ആണെങ്കിൽ ആ CKC വന്ന് വിഷം ഇറക്കും. പ്ലാൻ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. എങ്കിലും ഒരു കാര്യം എനിക്ക് ഉറപ്പായി. എന്റെ ഗൗതം പഴയ കോൺഫിഡൻസിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. ഇത് കാണുമ്പോ തന്നെ എനിക്ക് എന്ത് സന്തോഷമാണെന്നറിയോ. എന്റെ കോൺഫിഡൻസ് എന്ന് പറയുന്നത് നീയല്ലേ. എനിക്ക് വേണ്ടി ഹോട്ടലിൽ പോയി വെയിറ്ററുടെ പണി ചെയ്യുന്ന നീയാണ് എന്റെ പ്രചോദനം. പ്രചോദനം ഞാനാണെങ്കിൽ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് എന്നോടൊന്ന് പറയാം. ഒരു കൈവിട്ട കളിയാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ പ്ലാൻ സൂപ്പറാ. ഇതിൽ എന്റെ റോള് ഞാൻ ഗംഭീരമായി തന്നെ ചെയ്തു തന്നേക്കാം. എന്റെ പ്രകടനവും അത്ര മോശമാവില്ല. വാ, നമുക്ക് ഈ രാത്രി തന്നെ പദ്ധതി നടപ്പിലാക്കണം. വാ. ദൈവമേ, ഇന്ന് ഞാനെങ്ങാനോ ആ ഇളനീര് കുടിച്ചിരുന്നെങ്കിൽ എന്താവുന്ന അവസ്ഥ. എനിക്ക് സംശയം തോന്നിയതുകൊണ്ട് മാത്രമല്ലേ ഞാൻ രക്ഷപ്പെട്ടത്. എല്ലാ സമയത്ത് നിധിയുടെ കയ്യിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാമെന്ന പ്രതീക്ഷ ഇനി വേണ്ട. ഇത്രയും പെട്ടെന്ന് നിധിക്കൊരു തടയിട്ടില്ലെങ്കിൽ ഇനി അവൾ എന്നെ വെറുതെ വിടില്ല. എന്താ ഒരു വഴി? യെസ്, അത് തന്നെ. അവളുടെ പ്രവൃത്തി തന്നെ അവൾക്ക് വിനയായിട്ട് മാറണം. കാണിച്ചു തരാൻ നിധി നിനക്ക്. എന്താ എന്താ ശിവാനി, നീ എന്തിനാ ഇങ്ങനെ കരയുന്നേ? എടി, എന്താ പറ്റിയത്? ശിവാനി, നീ എന്തിനാ ഇങ്ങനെ കരയുന്നേ? നിനക്ക് എന്താ പറ്റിയത്? ഒന്നുമില്ല ആന്റി. ചോദിക്കാനും പറയാനും ആരില്ലാത്തവർക്ക് ഇങ്ങനെ കരഞ്ഞിങ്ങനെ തീർത്തലേ പറ്റൂ. എനിക്ക് സങ്കടം സഹിക്കാതെ വന്നപ്പോ ഞാൻ ആന്റിയുടെ അടുത്തേക്ക് വന്നതേ ഉള്ളൂ. ആന്റിയെ കാണുകൂടി ചെയ്തപ്പോ എന്നെ പിടിച്ചിട്ട് നിന്നില്ല, കരഞ്ഞുപോയി. ഞാൻ പോട്ടെ, കുറച്ചേരം ഞാൻ പോയി ഒന്ന് കിടക്കട്ടെ. ശിവാനി, നീ എന്തിനാ കരഞ്ഞതെന്ന് പറ. ആന്റി എന്നോട് എന്ത് ദേഷ്യം വേണമെങ്കിലും കാണിച്ചോട്ടെ, എന്ത് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും പക തീർത്തോട്ടെ. പക്ഷെ എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞുങ്ങളെ കൊല്ലാൻ നോക്കുന്ന എന്തിനാ? ഞാൻ എന്റെ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുത്തിട്ട് ചെന്ന് നിന്ന് കൊടുക്കാം. എന്ത് വിഷം വേണമെങ്കിലും കലക്കി തന്നോട്ടെ, ഞാനത് കുടിച്ചോളാം. കാരണം ഞാനൊരു അമ്മയാവാൻ പോകുന്ന ആളാ. എന്റെ കുഞ്ഞുങ്ങളെന്ന് പറയുന്നത് എനിക്ക് അത്രയും വേണ്ടപ്പെട്ടതാ ആന്റി. എന്റെ ശിവാനി, നീ പറയുന്ന ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഒന്ന് തെളിച്ചു പറഞ്ഞേ, ആരെന്ത് ചെയ്തെന്നാ? എന്റെ കുഞ്ഞുങ്ങളെ കൊല്ലാൻ നോക്കണമെങ്കിൽ അതാരായിരിക്കും?
ആന്റിനെ ഒന്ന് ആലോചിച്ച് നോക്ക്. ആര്? നിധിയാണോ? കണ്ടോ, ഇത്രയും പറഞ്ഞപ്പോ തന്നെ ആന്റിക്ക് തന്നെ ഊഹിച്ചെടുക്കാൻ പറ്റി. ഇതിനു വേണ്ടി ഞാൻ എന്ത് ദ്രോഹമാണ് ആന്റി അവളോട് ചെയ്തത്. അവൾക്ക് കുഞ്ഞുങ്ങളില്ലാത്ത എന്റെ കുഴപ്പമാണോ? എന്തിനാ എന്നോട് ഇത്ര അസൂയ? എടി, അവൾ എന്ത് ചെയ്തെന്നാ നീ പറയുന്നേ? ആന്റി, ഞാനും പാർവതി എന്നീ പ്രണവും കൂടി ഇന്ന് പാറക്കാവ് ദേവീക്ഷേത്രത്തിൽ തൊഴാൻ പോയിരുന്നു. അവിടെയുള്ളൊരു ഇളനീര് കച്ചവടക്കാരനെ കൂട്ടുപിടിച്ച് ആ നിധി എനിക്ക് ഇളനീരിൽ വിഷം കലർത്തി തന്നു. വിഷമോ? അതെ, ഒരു രുചി വ്യത്യാസം തോന്നിയതുകൊണ്ട് ഞാൻ കുറച്ചേ കുടിച്ചുള്ളൂ. എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നപ്പോ ആ ശ്രീകോവിലിന്റെ മുന്നിൽ തല കറങ്ങി വീണു. ശിവാനി, നീ കരയാതിരിക്കെ. നീ എന്തിനാ കരയുന്നേ? ഭാഗ്യത്തിന് ഒന്നും സംഭവിച്ചില്ലല്ലോ. എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ? അതോടെ എന്റെ കുഞ്ഞുങ്ങൾ ഇല്ലാതായി പോയിരുന്നെങ്കിലോ? പിന്നെ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ ആന്റി? എന്നിട്ടും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴി നിധി വഴിന്ന് കാറി കയറി. എന്തിന്? എന്റെ കുഞ്ഞുങ്ങൾ ഇല്ലാതായിന്ന് ആശുപത്രിയിൽ ചെന്നിട്ടായാലും ഉറപ്പുവരുത്താൻ വേണ്ടി. ദൈവം എന്റെ കൂടെ ആയതുകൊണ്ട് പാതി വഴിയിൽ വെച്ച് എനിക്ക് ബോധം വന്നത്. എടീ, നിനക്കിത് അപ്പൊ തന്നെ പ്രണവിനോട് പറയായിരുന്നില്ലേ? ആന്റിക്ക് ബുദ്ധിയുണ്ടല്ലോ, വരും വരായികളെ കുറിച്ച് ചിന്തിക്കാനുള്ള കഴിവുണ്ടല്ലോ. ആന്റി തന്നെ ഒന്ന് ആലോചിച്ചു നോക്ക്. നിധി എനിക്ക് ഇളനീരിൽ വിഷം കലർത്തി തന്നു എന്ന് പറഞ്ഞ പ്രണവിന്റെ പ്രതികരണം എന്തായിരിക്കും? കൂടുതലൊന്നും സംഭവിക്കാൻ പോണില്ല. ഒരൊറ്റ ഡയലോഗ് പറയും, ചേട്ടത്തി അങ്ങനൊന്നും ചെയ്യൂലെന്ന്. കാരണം ചേട്ടനും ചേട്ടത്തിയാണല്ലോ ഇപ്പൊ പ്രണവിന്റെ ദൈവങ്ങള്. അത്തരത്തിലാണല്ലോ അവൾ എല്ലാവരെയും കയ്യിലെടുത്ത് വെച്ചിരിക്കുന്നത്. എനിക്കിതൊന്നും പറയാൻ ആളില്ല. കരഞ്ഞപ്പോലും അത് കുറ്റാവും. അതുകൊണ്ട് കുറച്ചേരം ഞാൻ ഇവിടെ വന്നിരുന്ന് വിഷമം ഒന്ന് കരഞ്ഞു തീർക്കാന്ന് കരുതിയ.